മണിയവരും പ്രേസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ് പ്രത്യക്ഷത എത്രയും അടുത്തിരിക്കുന്നു അല്ലെ, ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു സമയമാണിത്. നമ്മളുടെ ദൈവം നമ്മളോട് തന്റെ വരവിനെ പറ്റി പറയാതിരുന്നിട്ടൊന്നുമില്ല അല്ലെ. സമയം എങ്ങനെയായിരിക്കുമെന്ന്, കാലങ്ങളും സീസൺ എങ്ങനെയായിരിക്കുമെന്നൊക്കെ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ. പല യുദ്ധങ്ങളും നടക്കും, യുദ്ധങ്ങളെ പറ്റിയുള്ള എന്താ പറയാ റൂമേഴ്സ് ഒക്കെ ഉണ്ടാകും. പലതരത്തിലുള്ള രോഗങ്ങളും ഫോൾസ് പ്രോഫറ്റുമാരും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുമെന്ന് നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആന്റി ക്രൈസ്റ്റിന്റെ സ്പിരിറ്റ് ഓൾറെഡി ഈ സമൂഹത്തിലുണ്ട്. ഒരുപാട് എന്താ പറയാ ഫോൾസ് ആയിട്ടുള്ള ടീച്ചർമാർ ഓൾറെഡി സൊസൈറ്റിയിലുണ്ട്. അപ്പൊ ഇതെല്ലാം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അവസാനത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ ഒരുക്കുക അല്ലെ. എന്ന് വേണമെങ്കിലും സംഭവിക്കാം. ഇനി വേറൊരു കാര്യം വിചാരിച്ചു നോക്കിയേ, ദൈവം വരുന്ന സമയത്ത് ചിലരെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടാവും, ചിലർ മിക്കവാറും തന്നെ ആൾക്കാർ മരിച്ചും പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് നാളെ എന്നുള്ളത് എങ്ങനെയാന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. നാളെ എന്നുള്ള ഒരു പ്രോമിസ്ഡ് ആയിട്ടുള്ള കാര്യം ഒന്നുമല്ല. ഇന്ന് തന്നെ നമ്മൾ മരിച്ചു പോയാലുണ്ടാവും. അപ്പൊ നമ്മൾ കാര്യങ്ങളൊന്നും സെറ്റിൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഇന്ന് നമ്മള് ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പിലാകുക അല്ലെ. ക്ഷമ ചോദിക്കാനുള്ള കാര്യമുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക. ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുക അല്ലെ. ഞാൻ പറയുന്നില്ല എല്ലാവരും ഇന്ന് തന്നെ രാത്രി തന്നെ മരിച്ചു പോകാൻ പോകുന്നു, അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുക അല്ലെ. ദൈവത്തിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ മരണം ഏത് സമയത്ത് വേണമെങ്കിൽ നടക്കാം എന്നുള്ളത് അതൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കുമ്പോൾ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കും, നമ്മളെ തന്നെ ഒരുക്കിയിരിക്കും. ദൈവത്തിന് കിങ്ഡത്തിന് വേണ്ടി വർക്ക് ചെയ്യുക. ബൈബിൾ വായിക്കുന്ന സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് വായിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്നവരല്ലെങ്കിൽ പ്രാർത്ഥിക്കുക അല്ലെ. ക്ഷമ ചോദിക്കാനുള്ള കാര്യങ്ങൾക്ക് ക്ഷമ ചോദിക്കുക, നിരപ്പിലാകുക ദൈവമായിട്ട്. അതാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അല്ലാതെ ഇന്ന് എല്ലാവരും മരിച്ചു പോകുന്നല്ല പറഞ്ഞു. നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കർത്താവേ, സമയത്തിന് നന്ദി പറയുന്നു. അങ്ങനെ പോലൊരു ദൈവം വേറെയില്ല, അങ്ങനെ സ്നേഹം പോലത്തെ ഒരു സ്നേഹം വേറെയില്ല. എത്രയും പെട്ടെന്ന് വരുന്നു കർത്താവെ. കാലങ്ങളെയും സീസണുകളെയും പറ്റി ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കർത്താവിനോട് പാത്തുകാൻ. ഓ ലോർഡ് ജീസസ്, ഞങ്ങൾക്ക് അങ്ങയുടെ വരവിനായിട്ട് ഞങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുക്കാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് തണ്ടെന്ന് അപേക്ഷിക്കുന്നു. അങ്ങക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ, അങ്ങക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനുള്ള ഒരു കൃപ അത് ഞങ്ങൾക്ക് തണ്ടെന്ന് അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പൊ നമുക്കിന്ന് യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന് വായിക്കാം. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ ജെയിംസിൽ നിന്ന് വായിക്കാം. 4-ാമത്തെ ചാപ്റ്ററില് 13 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ വായിക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനത്തിന്റെ 4-ാമത്തെ ചാപ്റ്ററിന്റെ 13 തൊട്ട് 15 വരെയുള്ള വാക്കുകൾ. അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്തു ലാഭം ഉണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നത് പിന്നെ മറിഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ. കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്നു ഇന്നത് ചെയ്യും എന്നല്ലയോ പറയേണ്ടത്. നമ്മളുടെ ജീവൻ ദൈവം പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞു പോകുന്ന അല്പനേരം കൊണ്ട് കാണാതാകുന്ന ആവി പോലെയാണ്. നാളെ എന്നുള്ള ഒരു പ്രോമിസ് അല്ലാതിരിക്കുമ്പോൾ ഇന്ന് സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ സെറ്റിൽ ചെയ്യണം അല്ലെ. ഇവിടെ യാക്കോ പറയുക, ജെയിംസ് പറയുക, ഇന്നും നാളെയോ ഞാൻ ഏതെങ്കിലും പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. അപ്പൊ അവരോട്, അങ്ങനെയുള്ള ആൾക്കാരോട് പറഞ്ഞു, നാളത്തേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഈ ലോകത്ത് അപ്പൊ ഞാൻ കുറെ പണം ഉണ്ടാക്കും, ഞാൻ കുറച്ച് വ്യാപാരം ചെയ്യും, ലാഭങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് പറയുന്നത് ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമല്ല. പണവും പദവിയൊന്നും മോശമെന്നല്ല പറയുന്നത്. പക്ഷെ ആ പണവും പദവിയും ദൈവത്തിലേക്ക് നമ്മൾ അടുപ്പിച്ചില്ല എങ്കിൽ ആ പണവും പദവിയും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം യേശുവിലേക്ക് നടക്കുക എന്നുള്ള, യേശുവിന്റെ കിങ്ഡത്തിലേക്ക് വർക്ക് ചെയ്യുക എന്നുള്ള. കാരണം യേശുവും അവന്റെ കിങ്ഡവും അവന്റെ വാക്കും മാത്രമുള്ള സ്ഥിരമായിട്ടുള്ളത്. ഈ കാണുന്ന ഭൂമി, ഈ കാണുന്ന ലോകം എല്ലാം നശിച്ചു പോകുന്നത്. നമ്മൾ ഈ ലോകത്ത് ചെയ്യുന്ന വാക്കുകളിൽ അത് ദൈവത്തിന്റെ കിങ്ഡത്തിലേക്കുള്ളതല്ലെങ്കിൽ, ദൈവത്തിന് ഗ്ലോറി കൊണ്ടുവരാനുള്ള കാര്യമല്ല ചെയ്യുന്നതെങ്കിൽ ഒരു സാധനം പോലും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തുമില്ല. നമ്മൾ ചെയ്തു കൂട്ടുന്നത് മൊത്തം പാഴായിട്ടുള്ള കാര്യങ്ങളാണ്. ദൈവത്തിന്റെ കിങ്ഡത്തിന് വേണ്ടി അതിനുവേണ്ടി മുടക്കാനല്ലാതെ സ്പെൻഡ് ചെയ്യാനല്ലാതെ മണി ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൂട്ടുന്ന പണം മൊത്തം വേസ്റ്റ് ആണ്. നമ്മൾ ഫേമസ് ആവുകയാണെങ്കിൽ നമ്മളുടെ ആ ഫേമസ് ആയിട്ടുള്ള അവസ്ഥ, അത് നമ്മളുടെ ഫെയിം, അത് നമ്മൾ ദൈവത്തിന് ഗ്ലോറി കൊണ്ടുവരാൻ വേണ്ടി, ദൈവത്തിന്റെ വചനം പറയാൻ വേണ്ടി, മറ്റുള്ളവർ വചനം പറയാൻ വേണ്ടി അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഫേമസ് ആയിരിക്കുന്ന വേസ്റ്റ് ആണ്.
അല്ലെ? നമ്മളുടെ സമൂഹത്തിലെ സ്ഥാനം അത് ദൈവത്തിനെ ഗ്ലോറിപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ ദൈവത്തിനെ പറ്റി പറഞ്ഞ് മറ്റുള്ളവരെ ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ളതല്ലെങ്കിൽ ആ സ്ഥാനവും വേസ്റ്റ് ആണ്. അപ്പൊ ദൈവമാണ് സ്ഥിരമായിട്ടുള്ളത്. ദൈവം മാത്രമേ സ്ഥിരമായിട്ടുള്ളൂ. ദൈവം മാത്രമേ ഇറ്റേണൽ ആയിട്ടുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ കൂടെ ആയിരിക്കണമെങ്കിൽ ദൈവത്തിന് വേണ്ടി വർക്ക് ചെയ്യും, അല്ലെ? ഇവിടെ ജെയിംസ് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ യാക്കോബ് പറഞ്ഞിരിക്കുന്ന, ഞാൻ ഇന്ന പട്ടണത്തിൽ ഇന്നോ നാളെയോ പോയി കുറച്ച് സ്ഥലം വാങ്ങിക്കും, കുറെ കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാര്, ഈ പേപ്പർ പോലെ ഇരിക്കുന്ന ആൾക്കാർ, അല്ലെ? ആവി പോലെയാണ് നമ്മുടെ ജീവിതം. ഇന്നും മറഞ്ഞു പോകും ചാൻസ് ഉള്ള ഒരാൾക്കാർ, നാളെ എന്തെന്ന് അറിയത്തില്ല ആൾക്കാർ, അല്ലെ? അങ്ങനെയുള്ളവര് ദൈവത്തിൽ ശരണം പ്രാപിക്കുക, ദൈവത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഇനി നമ്മൾ ഇന്ന് രാത്രി മരിച്ചു പോകുന്നില്ല എന്ന് വിചാരിച്ചു, അല്ലെ? ആർക്കും ഒരു ഗ്യാരണ്ടി ഉള്ള കാര്യമില്ല. പക്ഷെ ഇന്ന് നമ്മൾ നാളെയും ജീവിച്ചിരിക്കുന്നവരാന്ന് വിചാരിച്ചു. പക്ഷെ ഇന്ന് രാത്രി യേശുക്രിസ്തു വന്നാൽ എന്ത് ചെയ്യും, അല്ലെ? അപ്പോ അതിനെപ്പറ്റി നമ്മൾ കൃത്യമായിട്ട് അറിവുള്ളവരായിരിക്കുക. കൃത്യമായിട്ട് അതിനുവേണ്ടി ദൈവത്തിന് വരവിനായിട്ട് എന്താ പറയുക, നമ്മള് വർക്ക് ചെയ്യുന്നവരായിരിക്കും. നമുക്കറിയാം ദൈവം പലപ്പോഴായിട്ട് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ്. ഹെസക്കിയ രാജാവ് വളരെ നല്ല രാജാവായിരുന്നു. പിന്നെ കുറച്ച് അവസാനമായപ്പോഴേക്കും അദ്ദേഹം മോശപ്പെട്ട ഒരു കാര്യം ചെയ്തു, അത് വാസ്തു. പക്ഷെ ഹെസക്കിയ രാജാവ് നല്ല രാജാവ്, ദൈവത്തിന്റെ വഴി കൂടെ നടന്ന രാജാവ്, അല്ലെ? ഒരു ദിവസം താൻ അസുഖമായിരുന്നപ്പോ ദൈവം പറഞ്ഞു, നീ നിന്റെ കുടുംബത്തെ സെറ്റിൽ ചെയ്തോ, നീ മരിക്കാൻ പോവുകയാണ്, അല്ലെ? അപ്പോ പിന്നെ നമുക്കറിയാം, എന്താ യേശു തന്നെ പറഞ്ഞു, ലൂക്കോസ് സുവിശേഷത്തെ 12-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ കാണാൻ പറ്റും, യേശു തന്നെ പറഞ്ഞിരിക്കുന്നു, ഒരു റിച്ച് ആയിട്ടുള്ള ഒരു പണം ഉള്ള ഒരാളെ പറ്റി. അയാൾക്കൊരു ഭൂമി ഉണ്ടായിരുന്നു. അദ്ദേഹം അവിടെ വിതച്ചു കഴിയുമ്പോൾ എന്ത് പറ്റി, ആ ഭൂമി ഒരിക്കൽ പോലും തരാത്ത പോലെ അത്രയധികം നിറച്ചും എന്താ പറയാ, അതിന്റെ പ്രൊഡ്യൂസ് തന്നിരിക്കും. ഭയങ്കര അധികം എന്താ പറയുക, ഇത് നെല്ലാണെങ്കിൽ നെല്ല്, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, എന്തായാലും ഇത് വിള തന്നിരിക്കുകയോ ചെയ്യുന്നു. അദ്ദേഹം തന്നെ വിചാരിച്ചു, ഞാനിത് എന്ത് ചെയ്യാൻ പോകുന്നു. അദ്ദേഹത്തിന്റെ കളപ്പുര വളരെ ചെറുതാണ്. അപ്പൊ അദ്ദേഹം തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കുക, ഞാൻ എൻ്റെ കള്ളപ്പുഴയൊക്കെ ഒന്ന് പൊളിച്ചിട്ടിട്ട് വേറെ വലുത് ഒരെണ്ണത്തെ കെട്ടാൻ പോന്നിട്ട് അതിനകത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ ഈ വിളകളെയും ഞാൻ അങ്ങ് അടുക്കി സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ആത്മാവിനോട് തന്നെ, എൻ്റെ പ്രാണനോട് ഞാൻ പറയും, ഓക്കെ, നീ ഒന്ന് റിലാക്സ് ചെയ്ത്, എൻ്റെ ജീവനോട് ഞാൻ പറയും, നീ റിലാക്സ് ചെയ്ത് കാണാൻ നിനക്ക് ഒരുപാടുണ്ട്. അപ്പൊ ദൈവം, യേശുക്രിസ്തു പറയുക, ദൈവം നിന്നോട് അയാളോട് ഇങ്ങനെ പറയുമെന്ന് വിചാരിച്ചു, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിന് ദൈവം ഡിമാൻഡ് ചെയ്യുമെന്ന് പറയുവാണ്. അതായത് ഇന്ന് രാത്രി നീ മരിച്ചു പോകുമെങ്കിൽ നീ ചെയ്തു കൂട്ടുന്ന മൊത്തം ആർക്കുള്ളതാണ് എന്ന് പറഞ്ഞാല്, ദൈവം പറഞ്ഞു പോലെ, ഹെസക്കിയ രാജാവിനോട് ദൈവം പറഞ്ഞ പോലെ, നീ നിന്റെ കുടുംബത്തെ സെറ്റിൽ ചെയ്തു, നീ മരിക്കാൻ പോവുകയാണ്, അല്ലെ? നിനക്ക് അധികം ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ പോലെ, ഈ റിച്ച് ആയിട്ടുള്ള ആളോട് പറഞ്ഞ പോലെ, എന്താ പറയുക, ഇന്ന് രാത്രി നിന്റെ ജീവിതം ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ, ഇന്ന് ദൈവം ചോദിച്ചതുപോലെ, അതാണ് മനുഷ്യന്റെ അവസ്ഥ, അല്ലെ? അത്രയേ ഉള്ളൂ മനുഷ്യൻ. ഒരു വേപ്പർ പോലെയാണ്, ഒരു നീരാവി പോലെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ, ഇന്ന് ദൈവം നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഹൃദയത്തെ കട്ടിയാക്കരുത് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാണെങ്കിൽ ഹൃദയം കട്ടിയാക്കാൻ പോകരുത്, അല്ലെ? നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ഒപ്പമായിരിക്കുക. ഇന്ന് നമ്മൾ ദൈവമായിട്ട് എന്തെങ്കിലും കാര്യം സെറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ബൈബിൾ വായിക്കാൻ തുടങ്ങുക. നമ്മൾ ബൈബിൾ വായിക്കുന്ന എന്താ പറയുക, ഒരു ഹാബിറ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ദൈവമായിട്ട് ടൈം കൂടുതൽ നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയോ സംസാരിക്കുകയും ബൈബിൾ വായിക്കുകയോ അങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഒരു പ്രാവശ്യം ഞായറാഴ്ച ചർച്ചിൽ പോയിട്ട് തിരിച്ചു വന്ന് ബൈബിൾ അതുപോലെ വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇന്ന് ഈ നിമിഷം, അല്ലെ, തൊട്ട് തുടങ്ങുക എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈ നിമിഷം തൊട്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരിക. കുറ്റങ്ങളും തെറ്റുകളും പറ്റിപ്പോയിട്ടുണ്ട് എല്ലാവർക്കും, അല്ലെ? അപ്പൊ അത് ദൈവത്തോട് ക്ഷമ ചോദിക്കുക. ഇന്ന് ദൈവമായിട്ട് നിരപ്പാക്കുക. നാളെ ഒന്നുള്ളൊരു കാര്യം നമുക്ക് ഉള്ളതല്ല എന്നാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ദൈവം അനുവദിക്കുവാണെങ്കിൽ നാളെ നമുക്കുണ്ടാകും, അല്ലെ? അപ്പൊ അതിനു മുമ്പ് യേശുക്രിസ്തു വരുവാണെങ്കിൽ നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? നമ്മൾക്ക് ആ ബുദ്ധിയില്ലാതെ നടന്ന ആ 5 കന്യകമാരെ പോലെ ആകരുത് നമ്മൾ, അല്ലെ? നമ്മുടെ വിളക്കിൽ എണ്ണ ഉണ്ടായിരിക്കണം. എണ്ണയില്ല എങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ ജീവിതം ഇത്രയധികം നാൾ നമ്മൾ പടുത്തു കൂട്ടിയതെല്ലാം വെറുതെ ആയിപ്പോകും, അല്ലെ? നമുക്ക് കൊളോസ്യർക്കെതിരെ ലേഖനത്തിൽ പോൾ തന്നെ പറഞ്ഞിട്ട്, 1-ാമത്തെ കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ 15-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെ തന്നെ പോൾ പറഞ്ഞിരിക്കുന്നത്, എന്താ പറയുക,
നമ്മൾക്ക് നമ്മൾക്ക് ആ ഒരു പ്രതീക്ഷ നമ്മൾ ഗോസ്പലിൽ നിന്ന് കിട്ടിയ പ്രതീക്ഷ അല്ലെ, ആ സുവിശേഷത്തിൽ നിന്ന് കിട്ടിയ പ്രതീക്ഷ, അത് നമ്മൾ ആദ്യത്തെ കാലത്ത് വിശ്വസിച്ചപ്പോൾ അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആ പ്രതീക്ഷയിൽ ജീവിച്ചു പോയില്ല എങ്കിൽ, നമ്മൾ സ്ഥിരമായിട്ട് ദൈവത്തിലായില്ല എങ്കിൽ അല്ലെ, നമ്മൾ വിശ്വസം മൊത്തം വേസ്റ്റ് ആയി പോകും. ഒരു കാലത്ത് ദൈവമായിട്ട് ശത്രുതയിലായിരുന്നു നമ്മൾ. നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ വിചാരങ്ങൾ കൊണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരം, നമ്മുടെ പ്രവൃത്തി കൊണ്ട് ദൈവമായിട്ട് ശത്രുതയിലായിരുന്നു. പക്ഷെ യേശുക്രിസ്തു ആ ശത്രു ആയിരുന്ന ആൾക്കാരെ കൊണ്ട് രക്ഷിക്കാൻ വേണ്ടി ലോകത്തിലേക്ക് വന്ന് ക്രോസ് ഓഫ് കാൽവറി നമുക്ക് വേണ്ടി മരിച്ചു. ദൈവവുമായിട്ട് നമ്മളെ കൂട്ടി റെക്കൺസിലേഷൻ ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്ക് കിട്ടിയ നന്മയില് നമ്മൾക്ക് എന്താ പറയുക, നമ്മുടെ ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഉറച്ചു നിന്നില്ല എങ്കിൽ, നമ്മളുടെ ഫസ്റ്റ് ലവിൽ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായെങ്കിൽ അല്ലെ, വീണു പോയിട്ടുണ്ടെങ്കിൽ, എഫേസസിലെ ചർച്ചിൽ പറ്റിയ പോലെ വീണു പോയിട്ടുണ്ടായെങ്കിൽ, അത് നമ്മൾ ഇത്രയും നാളും വിശ്വസിച്ചത് വെറുതെ ആയിപ്പോവും. പക്ഷെ ഇപ്പൊ വീണ് കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇന്ന് തന്നെ ദൈവവുമായിട്ട് എന്താ പറയുക, ദൈവത്തോട് ചെന്ന് ക്ഷമ ചോദിച്ചുകൊണ്ട് ദൈവത്തിൽ ആയിത്തീരുക. ഞാൻ നാളെ ചെയ്യാൻ, നാളെ ബൈബിൾ വായിക്കാൻ തുടങ്ങി, നാളെ പ്രാർത്ഥിക്കാൻ, നാളെ അടുത്ത ആഴ്ച തൊട്ട് ചർച്ചിൽ പോകാൻ തുടങ്ങുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാളെ എന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ഒരിക്കൽ പോലും നടക്കത്തില്ല. ഈ നാളെ എന്നുള്ളത് നമ്മളിങ്ങനെ മാറ്റി 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 വെക്കുന്നത് അത് തന്നെ ഒരു പാപം. ലേസിനെസ് തന്നെ ഒരു പാപം. കംപ്ലസൻസി എന്ന് പറയും അല്ലെ. അപ്പൊ അത് അങ്ങനെ അലസത, അതൊരു പാപം തന്നെയാണ്. ഇന്ന് ചെയ്യണം. ദൈവം എല്ലാ കാര്യങ്ങളും വളരെ അടുക്കും ചിട്ടയും നീറ്റായിട്ട് ചെയ്യുന്ന ആളാണ് അല്ലെ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന്റെ കിങ്ഡത്തിലായിരിക്കണമെങ്കിൽ അദ്ദേഹം പറയുന്ന വഴികൾ കൂടെ നടക്കണം. നമുക്ക് തോന്നുന്ന വഴി കൂടെ നടന്നിട്ട് എന്താ ദൈവത്തിന്റെ സ്വർഗത്തിൽ നമ്മളും കൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉണ്ടാവുന്ന ചാൻസ് ഇല്ല അല്ലെ. അപ്പൊ ദൈവം എങ്ങനെയായിരിക്കുന്നു അതുപോലെ അനുകരിക്കുക. പിതാവിന് യേശുവിനെപ്പോഴും നമ്മളായിത്തീരുക എന്നുള്ളതാണ് ആഗ്രഹം അല്ലെ. യേശു എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു പിതാവുമായിട്ട്, അതുപോലെ ആയിത്തീരുക എന്നുള്ളതാണ് അല്ലെ. യേശുവിന്റെ വരവ് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു അല്ലെ. അപ്പൊ അതാണ് നമ്മളോട് പോൾ വഴി ദൈവം പറഞ്ഞിരിക്കും. ഇപ്പൊ തെസ്സലോനിക്കർക്ക് ഇത് ലേഖനത്തിലേക്ക് ഒന്നാമത്തെ ലേഖനത്തിലേക്ക് ഒരു 5-ാമത്തെ ചാപ്റ്ററിൽ ഇപ്പൊ 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ദൈവം വരുന്നതിന്റെ കാലത്തെ സമയത്തെ പറ്റിയും നമ്മളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളോട് ഓൾറെഡി ദൈവം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതിനെപ്പറ്റി. ഈ നാട്ടിലുള്ള ആൾക്കാരും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാതിരിക്കുകയും ദൈവത്തിന്റെ വഴി കൂടെ നടക്കാതിരിക്കുന്ന ആൾക്കാര് എല്ലാം നല്ല സുഖമായിട്ട് നടക്കും, സമാധാനം കൊണ്ട് പേടിക്കേണ്ട കാര്യം, നിർഭയരായിരിക്കും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു കള്ളനെ പോലെ ദൈവം വരുമല്ലോ. പക്ഷെ കള്ളനെ പോലെ വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വരത്തില്ല. നമ്മൾക്ക് വേണ്ടി നമ്മളോട് ദൈവം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചത്തിന്റെ മക്കളായിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാം ഏതാണ് സമയം എന്നുള്ള കാര്യം. ദൈവം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആത്മാവുമായിട്ട് ആത്മാവ് ഹോളി സ്പിരിറ്റ് ഗോഡ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കൽ പോലും യേശുക്രിസ്തു വരുന്ന സമയം കാലമൊന്നും തെറ്റി പോകത്തില്ല അല്ലെ. ഹോളി സ്പിരിറ്റ് ഗോഡ് ലീഡ് ചെയ്യുന്ന ഒരു ജീവിതമല്ല ജീവിക്കുന്നെങ്കിൽ എന്താ പറയുക, നമ്മൾ ദൈവത്തിലായി പെടത്തില്ല. There is no condemnation for those who are in Jesus Christ, led by Holy Spirit God എന്ന് പറഞ്ഞത്. ഹോളി സ്പിരിറ്റ് ഗോഡാല് ലീഡ് ചെയ്യപ്പെട്ടത് യേശുവിലായിരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ കണ്ടംനേഷൻ ഇല്ലാതിരിക്കുന്നുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന രീതിയിൽ ജീവിച്ച് എല്ലാം ശരിയാകും, ഒരു സമയമുണ്ടല്ലോ ക്ഷമ ചോദിക്കാൻ സമയമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം നടക്കത്തില്ല. നമ്മൾ ഉറങ്ങാതെ ഇരിക്കുന്നവരായിരിക്കണം അല്ലെ. നാം എന്താ പറയുക, തളർന്നും സ്വബോധമില്ലാതെ നടക്കുന്ന ആൾക്കാരായിരിക്കരുത്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവ സമാധാനമെന്നും നിർഭയമെന്നും 1-ാമത്തെ തെസ്സലോനിക്കർക്ക് 5-ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്കുകൾ. ഇവിടെ ഇപ്പൊ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയുകയുമില്ല എന്ന് അവരെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വരവിനായിട്ട് കാത്തിരിക്കാത്ത ആൾക്കാർ, ഈ ലോകത്തുള്ള ആൾക്കാർ പിന്നെ ദൈവത്തിന്റെ വരവിനായിട്ട് അതിനെപ്പറ്റി മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ആൾക്കാർ. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലല്ല, നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നമ്മൾ ഇരുട്ടിലുള്ളവരല്ല. കാരണം ഒരു കാലത്ത് നമ്മൾ ഇരുട്ടിലായിരുന്നു അല്ലെ, ഡൊമിനിയൻ ഓഫ് ഡാർക്ക്നെസ്സിലായിരുന്നു നമ്മൾ. അവിടുന്ന് അവൻ നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നു. ഇന്ന് അവന്റെ കിങ്ഡത്തിലാണ് നമ്മൾ. അപ്പൊ നമ്മൾ പിന്നെ ഇരുട്ടിൽ നടക്കുന്ന വ്യക്തികളെ പോലെ ആയി നടക്കരുത് അല്ലെ. നമ്മള് എന്താ പറയുക, ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. ആകെ നാം ശേഷിയുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക അല്ലെ. നമ്മൾ പ്രിപ്പയർ ചെയ്യും നമ്മളെ തന്നെ. നമ്മുടെ ദൈവം വരാൻ സമയമായിരിക്കുന്നു. നമ്മൾക്ക് നാളെ എന്നുള്ള കാര്യം വലിയ ഗ്യാരണ്ടി ഉള്ള കാര്യമല്ല. ഇന്ന് രാത്രി നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ ദൈവവുമായിട്ട് നല്ല നല്ല നടപ്പിലായിരിക്കണം. നമ്മുടെ ശ്വാസം പോയതിനു ശേഷം പിന്നെ എന്താ പറയുക, നമുക്ക് ക്ഷമയൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അതൊന്നും നടക്കത്തില്ല. ഇന്നും നടക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം
കൊരിന്ത്യർക്കെതിരെ ലേഖനത്തിൽ പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, now is the day of salvation. ഇന്നാണ് സാൽവേഷന്റെ ദിവസം അല്ലെ. ഇപ്പോഴാണ് ഇന്നാന്നല്ല പറഞ്ഞ് ഇപ്പോഴാണ് സാൽവേഷന്റെ ദിവസം അല്ലെ. ഇന്നാണ് രക്ഷയുടെ ദിവസം. അതുകൊണ്ട് ഇപ്പോഴാണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ദൈവത്തിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടൈം. ദൈവത്തിന് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടൈമില് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. സാൽവേഷന്റെ ദിവസം നമ്മൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്നാണ്, ഈ സമയത്താണ് എന്താ പറയുക അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സമയം. ഇപ്പോഴാണ് സാൽവേഷന്റെ ദിവസം. അപ്പൊ ഇന്ന് നമ്മൾ സ്വീകരിക്കുക ദൈവത്തെ, ഇന്ന് ദൈവത്തിന്റെ ഒപ്പം നടക്കുക. എന്റെ സുഹൃത്തുക്കൾ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് ഇങ്ങനെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആരെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവൻ നന്മയ്ക്കായി തീരും. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു, ഏത് തരത്തിലുള്ള മതത്തിന്റെ വക്താക്കളായിക്കോട്ടെ, ഏത് തരത്തിലുള്ള മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിലുള്ള പള്ളികളിലും അമ്പലങ്ങളിലും മോസ്കിലും എവിടെയൊക്കെ പോയി ഇന്ന് ഇരിക്കുന്നവർ ആയിക്കോട്ടെ, പക്ഷെ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം വെറുതെ ആയിപ്പോകും. അവൻ മാത്രമാണ് സത്യം, അവൻ മാത്രമാണ് വഴി, അവൻ മാത്രമാണ് വെളിച്ചവും ജീവനും. അവനില്ല എങ്കിൽ, യേശുക്രിസ്തു കൂടെ ഇല്ലെങ്കിൽ, യേശുക്രിസ്തുവിൽ അല്ല എങ്കിൽ ഇറ്റേണൽ ലൈഫ് ഉണ്ടാവില്ല. ഈ ജീവിതത്തിൽ ഇവിടെ അനുഭവിച്ചു കൂട്ടുന്ന കഷ്ടപ്പാട് അല്ലെ, അതിനൊരു പരിഹാരവും യേശുക്രിസ്തു തന്നെയുള്ളൂ അല്ലെ. ക്രോസ് ഓഫ് കാൽവരിയാണ് എല്ലാത്തിനും പരിഹാരം അല്ലെ. നിങ്ങൾ യേശുവിന്റെ ഒപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ തന്നെ നിങ്ങൾ മരിച്ചു പോകും. അവനിൽ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ സ്വർഗമുള്ളൂ. ബാക്കി എന്തും ഏതോ ജാതിയോ മതവും നിങ്ങളോട് പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവം, യേശു മാത്രമാണ് ജീവിക്കുന്ന ദൈവം. യേശുവിനെ മാത്രമേ ഉള്ളൂ എന്താ പറയുന്നത്, യേശുവിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുള്ളത്. വേറെ ഒരു സോക്കോൾഡ് ദൈവത്തിന്റെയും കയ്യിലില്ല. ഒരു സോക്കോൾഡ് ദൈവമല്ല, എല്ലാം പിശാചിന്റെ ഏജൻസുമാർ മാത്രമാണ്. നിങ്ങൾ എങ്ങനെ എന്നെ എടുത്താലും വേണ്ടില്ല, എങ്ങനെ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാലും ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ആത്മാവ് ദൈവം അത്രയധികം വില കൊടുക്കുന്നു. അത് സംസാരിക്കാൻ എന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. എന്നെപ്പോലെ അനേകർ നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെ, ഒരുപാട് ആൾക്കാർ നിങ്ങളോട് സംസാരിക്കുന്നു. അത് നിങ്ങൾ ദയവായി കേൾക്കണമെന്ന് ഞാൻ പറയുകയാണ്, അപേക്ഷിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, ഈ സമയത്ത് നന്ദി പറയുന്നു കർത്താവേ. നാളെ എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു പ്രോമിസ്ഡ് ആയിട്ടുള്ളതൊന്നും അല്ലാത്തതുകൊണ്ട് കർത്താവ്, ഇന്ന് ഈ സമയം കിട്ടുമ്പോൾ കർത്താവേ, ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് അങ്ങയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനുള്ള കൃപ തരണം കർത്താവേ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ, ഇന്ന് ഞങ്ങൾ ബൈബിൾ വായിക്കാൻ തുടങ്ങട്ടെ. ഇന്ന് എന്തെങ്കിലും അങ്ങോട്ട് ക്ഷമ ചോദിക്കാനുണ്ടോ, ക്ഷമ ചോദിക്കാനുള്ള കൃപ തരണം അപേക്ഷിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാൻ കർത്താവിലോട് മാറ്റി അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു യേശുവിൻ നാമത്തിൽ. കേട്ടോ, തന്നെ ദൈവത്തിനാമത്തിൽ മാത്രം ഉണ്ടാകട്ടെ.